ഏറ്റവും വലിയ പ്രാധാന്യം എനിക്ക് തോന്നിയത് ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിന്റെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ മുഖ്യമന്ത്രിമാരുടെയും എന്ന് പറയുമ്പോൾ CH മുഹമ്മദ് കോയ എന്ന ഒരു ഏതാനും മാസം ഭരിച്ച ഒരാളെ മാറ്റി നിർത്തിയാൽ, അവിടെ മുസ്ലിം ലീഗിൽ ഏതാനും അത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും EMS നമ്പൂതിരിപ്പാട് അന്ന് CPI ആണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് കഴിഞ്ഞ് 57, അത് കഴിഞ്ഞ് 67 അദ്ദേഹം CPM ആയി. ആ രണ്ട് പാർട്ടികളും ഇപ്പോഴും അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന, മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. പട്ടംതാണ് പിള്ളയുടെ പാർട്ടി ജയിച്ചിട്ടുള്ള കേരളത്തിലെ അപൂർവ അധികം പേര് മണ്ഡലങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. ആ മണ്ഡലത്തിലെ ഒന്നാണ് ഈ നെയ്യാറ്റിൻകര. അപ്പോൾ കേരളം ഭരിച്ചിട്ടുള്ള പിന്നീട് വന്ന കോൺഗ്രസ് ആയാലും CPM ആയാലും കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെയും പാർട്ടികൾ അവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആൻസലിനാണ്, CPM-ന്റെ നേതാവ് ആൻസലിനാണ്. ഒരു പക്ഷേ ആൻസലൻ മത്സരിക്കുന്നത് ഇപ്പോഴും R സെൽവരാജിനോടാണ്. R സെൽവരാജ് 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM ആയിട്ടാണ് മത്സരിച്ചത്, ജയിച്ചു, രാജിവെക്കേണ്ടി വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് UDF നേതാവായി, പിന്നീട് കോൺഗ്രസ് നേതാവായി. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റത്, ആൻസലിനോട് തോറ്റത് സെൽവരാജാണ്. ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് സെൽവരാജാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ 2 തെരഞ്ഞെടുപ്പിൽ തോറ്റതും സെൽവരാജാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.